ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. ഏവർക്കും ഡ്രഗ് മീഡിയയുടെ സ്വാഗതം. വളരെ വിലപിടിപ്പുള്ള ഒരു മരുന്നിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് തന്നെ പറയട്ടെ, ആർക്കും ഈ മരുന്ന് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അത്രത്തോളം മാരകമായ ഒരു അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണിത്. നമുക്ക് നോക്കാം ഏതാണ് ഈ മരുന്ന് എന്നുള്ളത്. അസ്റ്റെല്ലാസ് ഫാർമ എന്നൊരു കമ്പനി, US ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അസ്റ്റെല്ലാസ് ഫാർമ എന്നൊരു കമ്പനിയുടെ ഒരു മെഡിസിനാണിത്. ഇതിൻ്റെ ബ്രാൻഡ് നെയിമാണ് അസ്റ്റെല്ലാസ് കമ്പനിയുടെ ഈ മെഡിസിൻ്റെ ബ്രാൻഡ് നെയിമാണ് സ്റ്റാൻഡി 40 mg. ഇതിൻ്റെ ജനറിക് നെയിം, അതായത് ഇതിൻ്റെ കണ്ടൻറ്റ് കെമിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ് എൻസുലാട്ടാമൈഡ് എന്നുള്ളതാണ് ഇതിൻ്റെ കെമിക്കൽ ഇൻഗ്രീഡിയൻറ്റ്. ഈ എൻസുലാട്ടാമൈഡ് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതായത് പ്രോസ്റ്റാറ്റ് ഗ്ലാൻഡിനകത്ത് വരുന്ന ഒരു ക്യാൻസറിനാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയപ്പെടും. ആ ക്യാൻസർ ഉപയോഗിക്കുന്നതാണ് ഈ മെഡിസിൻ. ഇത് മെയിനായിട്ട് ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. കാരണം പുരുഷന്മാർക്ക് മാത്രമാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അതായത് ഉള്ളതുള്ളൂ. സ്ത്രീകളിൽ ഇപ്പോഴത്തെ പുതിയൊരു പഠനത്തിനകത്ത് അവരുടെ ബ്രസ്റ്റ് ക്യാൻസർ അത് ഉപയോഗിക്കാം എന്നുള്ള പുതിയൊരു പഠനത്തിൽ കണ്ടെത്തിയുണ്ട്. അത് മൈൽഡായിട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് കൂടുതലായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ കുറിച്ച് നോക്കാം. അതായത് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനുള്ളിൽ വരുന്ന ഒരു ഗ്ലാൻഡാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന സംഭവം. ഈ പ്രോസ്റ്റേറ്റിൽ വരുന്ന ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ എൻസുലാട്ടാമൈഡ് എന്നുള്ള ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. ചില പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ വരുന്ന ക്യാൻസർ ചിലപ്പോൾ പതുക്കെ ആയിരിക്കും അത് ക്യാൻസർ വളരാൻ സമയമെടുക്കുന്നത്. എന്നാൽ ചില ക്യാൻസർ പെട്ടെന്ന് സ്പ്രെഡായി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ടും ഇത് എത്തിച്ചേരാൻ കാരണമാവാറുണ്ട്. ഈ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഈ ക്യാൻസർ സ്പ്രെഡാവുന്നതിനെക്കുറിച്ച് പറയുന്ന പേരാണ് നോൺ മെറ്റാസ്റ്റാറ്റിക് കാസ്ട്രേഷൻ റെസിസ്റ്റൻറ്റ് പ്രോസ്റ്റാറ്റ് ക്യാൻസർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ മെഡിസിൻ കണ്ടെത്തിയത് ഞാൻ മുമ്പ് പറഞ്ഞു, അസ്റ്റെല്ലാസ് ഫാർമ എന്ന ഒരു മെഡിക്കൽ കമ്പനിയിലാണ്. അവരാണ് ഇത് വേൾഡിൽ ആദ്യമായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അവർക്കാണ് ആദ്യമായിട്ട് ഇതിൻ്റെ FDA അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. ഈ മെഡിസിൻ ഉണ്ടാക്കിയിട്ടുള്ളത് 2006 ചാർലസ് സാവിയേഴ്സ് എന്നൊരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കൂടെ മൈക്കിൾ ജങ്ക് എന്നൊരു വ്യക്തിയുമാണ്. ഇവർ രണ്ടുപേരും മെഡിസിൻ കണ്ടെത്തിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, അതായത് US-നകത്തുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ എന്ന ഒരു യൂണിവേഴ്സിറ്റിനകത്താണ് ഈ മെഡിസിൻ ഇവർ രണ്ടുപേരും കണ്ടെത്തിയിട്ടുള്ളത്. 2012 FDA, അതായത് ഫുഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, മെഡിസിൻ ഓരോ മരുന്നുകളും ഇത് പരിശോധിച്ച് അതിന് അപ്രൂവ് നൽകുന്ന FDA അംഗീകാരം കൊടുത്തുള്ളത് 2012. അതായത് ഏകദേശം ഒരു 6-7 വർഷം മുമ്പാണ് ഈ മെഡിസിൻ മാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങിയിട്ടുള്ളത്. ഈ മെഡിസിൻ കഴിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ്ക്കകത്തൂടെ, അതായത് ഓറൽ റൂട്ടാണ്, വായ്ക്കകത്തൂടെയാണ് ഈ മെഡിസിൻ കഴിക്കുന്നത്. അത് എങ്ങനെ കഴിക്കണം എന്നുള്ളതെല്ലാം വിത്ത് ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ മാത്രമേ അറിയാവൂ. അവർ എങ്ങനെയാണോ റെക്കമെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇത് കഴിക്കാൻ പാടുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെഡിസിൻ കഴിക്കുമ്പോൾ, അതായത് എൻസാലൂട്ടാമൈഡ് കഴിക്കുമ്പോൾ മസിൽ വീക്ക്നെസ്സും അതുപോലെ ബാക്ക് പെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഡയറിയ, ജോയിൻറ്റ് പെയിന്, അതുപോലെ ശരീരത്തിനകത്തുള്ള മാംസം പൊള്ളുന്നത് പോലെയെല്ലാം കാരണമാകുന്നുണ്ട്. ഇനി ഈ മെഡിസിൻ ആർക്കാണ് എന്ത് കാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? അതായത് ഈ സാധാരണ ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കീമോതെറാപ്പി മരുന്നായ ഡോസിടാക്സൽ എന്ന ഒരു കീമോതെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് പരാജയപ്പെട്ട വ്യക്തികൾക്കാണ് എൻസലൂട്ടാമൈഡ് എന്ന ഈ മെഡിസിൻ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ ഒരു സാഹചര്യത്തിൽ കീമോതെറാപ്പിക്ക് മുൻപ് എൻസുലാട്ടാമൈഡ് ഉപയോഗിക്കാറുണ്ട്. അതിന് റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുമുണ്ട്. ഇന്നത്തെ ഈ പുതിയ കാലയളവ്, അതായത് 2012 മുതൽ കുറച്ച് കാലയളവിന് ശേഷം ഞാൻ മുമ്പ് പറഞ്ഞ കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ഡോസിടാക്സൽ എന്ന മെഡിസിൻ ഉപയോഗിച്ച് എഫക്റ്റ് കിട്ടാത്തവർക്കാണ് ഈ എൻസുലാട്ടാമൈഡ് എന്ന ഈ മെഡിസിൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റബോളിസം, അതായത് ഈ മെഡിസിന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എവിടെ പോയിട്ടാണ് ഇതിൻ്റെ വർക്കെല്ലാം നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിനകത്താണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേസ്റ്റ്, അത് എക്സ്ക്രീഷൻ നടക്കുന്നത് യൂറിൻ, മൂത്രത്തിലൂടെയാണ് ഇതിൻ്റെ എക്സ്ക്രീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെഡിസിൻ കഴിക്കുമ്പോൾ അതൊരു ആൻറ്റി ആൻഡ്രോജൻ എഫക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ഇത് ഡയറക്റ്റായിട്ട് ടെസ്റ്റോസ്റ്റിറോണിനെയും അതുപോലെ ഡീഹൈഡ്രോടെസ്റ്റോസ്റ്റിറോണിനെയും ബ്ലോക്ക് ചെയ്യുന്നതാണ് ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഉണ്ടാവുക. അതായത് പ്രോസ്റ്റാറ്റ് ഗ്ലാൻഡിനകത്തുള്ള മെയിൽ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ഈ മെഡിസിൻ കഴിക്കുന്ന വഴി
സംഭവിക്കുന്ന പ്രോസസ്സ്. പിന്നെ ഈ മെഡിസിൻ്റെ പ്രൈസാണ് എടുത്ത് പറയേണ്ടത്. അതാണ് ഞാൻ ഫസ്റ്റ് മുതൽ പറഞ്ഞത്. ഈ ആർക്കും ഈ ഒരു മെഡിസിൻ കഴിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. കാരണം സാമ്പത്തികപരമായിട്ടും തളർന്നു പോവും, മാനസികപരമായിട്ടും തളർന്നു പോവും. ഏകദേശം ഈ മെഡിസിൻ 112 ടാബ്ലറ്റിന് ഒറിജിനൽ പ്രൊഡക്റ്റ്, അതായത് നമ്മൾ സ്റ്റാൻഡി എന്ന പ്രൊഡക്റ്റ് എൻസുലാറ്റമൈഡ് ഒറിജിനൽ അസ്റ്റെല്ല ഫാർമയുടെ ആണെങ്കിൽ ഏകദേശം $12,000, ഏകദേശം 8,40,000 രൂപ 112 ഗുളികൾക്ക് വരുന്നുണ്ട്. ഇത് ഒരു മറ്റ് ലോക്കൽ കമ്പനികളുടെ ആണെങ്കിൽ ഏകദേശം 4 ലക്ഷം രൂപയോളം 112 ടാബ്ലറ്റിന് വരുന്നുണ്ട്. സോ ഇതാണ് ഈ വീഡിയോയെക്കുറിച്ച് ഈ ടാബ്ലറ്റിനെ കുറിച്ച് എനിക്കിവിടെ പറയാനുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.